Good morning, dear students. Welcome to the online class. Today we are discussing the topic about the descriptive research design. In the previous class we have discussed about the exploratory research design. What is exploratory research and different methods of exploratory research and how can prepare the exploratory research design. Today's class we are discussing the descriptive research design. What do you mean by descriptive research? നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ പേര് തന്നെ റിസർച്ച് ഡിസൈൻ ആണല്ലോ അല്ലേ. അപ്പോൾ അതിൽ മെയിനായിട്ടും 3 റിസർച്ച് ഡിസൈനുകളാണ് പഠിക്കുകയുള്ളത്. ഒന്ന് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ, നമ്പർ 2 ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ, തേർഡ് വൺ കോസൽ റിസർച്ച് ഡിസൈൻ ഓർ എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ. അല്ല, എക്സ്പ്ലോറേറ്ററി റിസർച്ചിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഭാഗം കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞത്. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈനാണ്. ഇങ്ങനെയാണ് ഒരു റിസർച്ചിനെ പഠിക്കാനായിട്ട്, ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യാനായിട്ട് നമുക്കതിൻ്റെ പ്ലാൻ തയ്യാറാക്കേണ്ടത്. വാട്ട് യു മീൻ ബൈ റിസർച്ച് ഡിസൈൻ? റിസർച്ച് ഡിസൈൻ ഈസ് ദി പ്ലാൻ ഓഫ് സ്റ്റഡി ബിഫോർ സ്റ്റാർട്ടിങ് എ ടോപ്പിക്. റിസർച്ചർ ഒരു ടോപ്പിക്ക് പഠിക്കുന്നതിനേക്കാൾ മുമ്പ് അതിന് വേണ്ടി ആ ഒരു പഠനത്തിന് വേണ്ടി തയ്യാറാക്കുന്ന പ്ലാൻ അല്ലെങ്കിൽ സ്ട്രാറ്റജി ഓർ ഗൈഡ് ലൈൻ ഓർ ഔട്ട്ലൈൻ എന്നൊക്കെ പറയുന്ന പേരാണ് റിസർച്ച് ഡിസൈൻ. അപ്പോൾ നമ്മൾ സ്റ്റഡി എന്ന് പറയുന്നത് പല ടൈപ്പുള്ള സ്റ്റഡീസുകളാവാം. അനലിറ്റിക്കൽ സ്റ്റഡി ആവാം, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി ആവാം, എക്സ്പ്ലോറേറ്ററി സ്റ്റഡി ആവാം. അതിനനുസരിച്ച് കൊണ്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിസൈൻസുകളാണ് റിസർച്ചർ പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിൽ നമ്പർ 2 ആയിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതിന് എൻ്റെ ഈ റിസർച്ച് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതൊക്കെ ഈ ടോപ്പിക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇപ്പോൾ റിസർച്ച് ഡിസൈൻ പറയുന്നതിനേക്കാൾ മുമ്പ് നമുക്കറിയണം എന്താ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. എന്താ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്? ടൈപ്സ് ഓഫ് റിസർച്ചിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ. എങ്കിലും അതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പോയിൻറ്റ്സുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഡിസൈനിൽ വരുന്ന കമ്പോണൻസുകളൊക്കെ എങ്ങനെയാണ് അതിൽ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. സോ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഈസ് carried out with the objective of describing a particular situation, event or individual. It is a fact-finding investigation. Descriptive research is a fact-finding investigation. The main objective of the descriptive research is to acquire knowledge or to expand the knowledge of the topic of or the problem, not to solve or to modify the solution or modify the cause of the existing or present problem. അതായത് നമുക്ക് സ്റ്റഡി ചെയ്യുന്ന ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു നോളജ് കൂടുതലായിട്ടും അതിനെ മനസ്സിലാകുക എന്നുള്ളതാണ് ഡിസ്ക്രിപ്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസ്ക്രൈബ് ചെയ്യുക ഒരു ടോപ്പിക്കിൽ, ഒരു പർട്ടിക്കുലറായിട്ടുള്ളൊരു സിറ്റുവേഷനെ കുറിച്ചോ പർട്ടിക്കുലറായിട്ടുള്ളൊരു ടോപ്പിക്കിലേക്ക് വന്നുകൊണ്ടോ നമ്മളതിന് സ്റ്റഡി ചെയ്യുമ്പോൾ ആ ഒരു ക്യാരക്ടറൈസ്റ്റിക്സിനെ എന്ത് ചെയ്യുകയാണ്? ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. ആ ഡിസ്ക്രൈബിങ് ചെയ്യൽ മാത്രമാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോട്ട് ടു സോൾവ് ദി പ്രോബ്ലം. അതായത് നമുക്ക് എപ്പോഴും ഒരു പ്രോബ്ലത്തിനെ അനലൈസ് ചെയ്തുകൊണ്ട് അതൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ടല്ല ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ചെയ്യുക. ഇതിൽ ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ ക്യാരക്ടറൈസ്റ്റിക്സ് ഓഫ് ദി പ്രോബ്ലം. ഇറ്റ് എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറൈസ്റ്റിക്സ് ഓഫ് ദി പോപ്പുലേഷൻ ഓർ ഫിനോമിന. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ എക്സിസ്റ്റിംഗ് ഫോം ഓഫ് ദി പ്രോബ്ലം. നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ ഇപ്പം നിലവിൽ എന്തൊക്കെയുണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക? സ്റ്റഡി ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്നും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഫൈൻഡിങ്സിലേക്ക് എത്തുക എന്ന് മാത്രമേ ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ? ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. സോ ഇൻ എ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഈസ് എ ഫാക്ട് ഫൈൻഡിങ് ഇൻവെസ്റ്റിഗേഷൻ. ഇതുകൊണ്ട് തന്നെ അതിനെ പറയുന്നത് നമ്മൾ റെലവൻ്റ് ആയിട്ടുള്ള ഡാറ്റകളൊക്കെ കളക്ട് ചെയ്ത് ഈ റിസർച്ചർ പല കാര്യങ്ങളെയും ഒബ്സർവ് ചെയ്ത് കിട്ടുന്ന ഒരു ഫൈൻഡിങ്സ് മാത്രമാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. സോ ഇറ്റ് ഈസ് നോട്ട് ഇൻറ്റൻഡ് ടു സോൾവ് ദി പ്രോബ്ലം, ബട്ട് ദ റിസർച്ചർ has to formulate the hypothesis on the basis of the existing data or existing material of the topic.
നമുക്കൊരു സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഹൈപ്പോത്തിസുകളൊക്കെ ഡെവലപ്പ് ചെയ്യണം അല്ലേ. ഇതിനെ ഹൈപ്പോത്തിസുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഒരു സ്റ്റഡിയുടെ പ്രോബ്ലത്തിന് ഇങ്ങനെയൊക്കെയാണ് സൊല്യൂഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ഇതൊക്കെയാണ് കാരണങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് ഹൈപ്പോത്തിസ്. അങ്ങനെയുള്ള ഹൈപ്പോത്തിസുകളൊക്കെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസുകളിലും എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാം. പക്ഷേ നമുക്കിപ്പോൾ നിലവിലുള്ള ഒരു സ്റ്റഡിയെക്കുറിച്ച് കിട്ടുന്ന ആ അറിവിൽ നിന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹൈപ്പോത്തിസുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഇറ്റ് ഈസ് നത്തിങ് ടു ഡു ദ സോൾവിങ് ഓർ ഫൈൻഡിങ് ഔട്ട് എ സൊല്യൂഷൻ ടു ദി പ്രോബ്ലം. ഒരിക്കലും നമുക്ക് ഒരു നീഡ് ബേസ്ഡ് ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. എന്താ നീഡ് ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കൊരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തണം. മാനേജ്മെൻറ്റിന് ഒരു ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളതിനൊരു ക്ലിയർ കട്ടായിട്ടുള്ള സൊല്യൂഷൻ ആവശ്യമാണ്. പക്ഷെ അങ്ങനെയുള്ള സിറ്റുവേഷൻസുകളിലൊന്നും ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചുകളല്ല യൂസ്ഫുൾ ആയിട്ടുള്ളത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടിക്കൽ റിസർച്ചുകൾ അല്ലെങ്കിൽ കോസൽ റിസർച്ചുകൾ, അനലിറ്റിക്കൽ റിസർച്ചുകളൊക്കെ ചെയ്ത് കഴിഞ്ഞെങ്കിൽ, ആക്ഷൻ റിസർച്ചുകളൊക്കെ ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമാണ് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് കഴിയുള്ളൂ. ഇതിന് നമ്മൾ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അനലൈസ് ചെയ്യാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ദ മാർക്കറ്റ് റിസർച്ചർ വാണ്ട്സ് ടു ഒബ്സർവ് ദി ഹാബിറ്റ് ഓഫ് കൺസ്യൂമർ. അതായത് കൺസ്യൂമറിൻ്റെ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കാനായിട്ടൊരു മാർക്കറ്റ് റിസർച്ചർ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സ് ആരാ, ആ ഗുഡ്സ് വാങ്ങിക്കുന്ന ആളുകൾ. അപ്പോൾ പുതിയൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ മാർക്കറ്റ് സ്ട്രാറ്റജി അനുസരിച്ച് കൊണ്ടൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യുകയാണ്. എന്താ ചെയ്യുന്നത്, അവരുടെ കൺസ്യൂമറിൻ്റെ ബിഹേവിയറിനെ സ്റ്റഡി ചെയ്യുക. അപ്പോൾ കൺസ്യൂമറിൻ്റെ ബിഹേവിയറിനെ സ്റ്റഡി ചെയ്യുമ്പോൾ ആരാ കൺസ്യൂമർ, ഹു ഈസ് ദ കൺസ്യൂമർ, വേർ ദ കൺസ്യൂമർ ബൈസ്, വെൻ ദ കൺസ്യൂമർ ബൈസ്, ഹൗ ദ കൺസ്യൂമർ ബൈസ്, ഹൗ മച്ച് എമൗണ്ട് സ്പെൻഡ് ഫോർ ബൈസ്. ഈ പറയുന്ന കുറേ ക്വസ്റ്റ്യൻസുകളെ അനലൈസ് ചെയ്യുമ്പോഴാണ് കൺസ്യൂമറിൻ്റെ ടോട്ടൽ ബിഹേവിയർ ആർക്ക് മനസ്സിലാവുള്ളൂ, മാർക്കറ്റർക്ക് മനസ്സിലാവുള്ളൂ. ആ മാർക്കറ്റർ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ പുതിയ മാർക്കറ്റ് സ്ട്രാറ്റജി അയാൾക്ക് ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ നടത്താൻ, മാർക്കറ്റിംഗ് മിക്സ് നമുക്കറിയാം. മാർക്കറ്റിംഗ് മിക്സിൽ ഓരോ ടൂളുകളിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ, പ്രൈസിങ് പോളിസീസുകളിൽ, ഇതൊക്കെ നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഇപ്പോൾ എന്താ നടക്കുന്നതെന്നറിയാൻ മാർക്കറ്റിലുള്ള കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയറിനെ സ്റ്റഡി ചെയ്യണം. അപ്പോൾ ആ കൺസ്യൂമറിൻ്റെ ബിഹേവിയറിനെ സ്റ്റഡി ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ആരൊക്കെയാണ് നമ്മുടെ ഗുഡ്സുകൾ വാങ്ങിക്കുന്ന ആളുകൾ, എപ്പോഴവർ വാങ്ങിക്കുന്നത്, ഫ്രീക്വൻ്റ് ആയിട്ട് വാങ്ങിക്കുന്ന ആളുകളാണോ, കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിക്കുന്ന ആളുകളാണോ, കൂടുതൽ എമൗണ്ട് അവർക്ക് കൺസംഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടോ, ഫെസ്റ്റിവൽ സീസൺസിൽ മാത്രമായിട്ടാണ് അവർ വാങ്ങിക്കുന്നത്, അവരുടെ ഓഫേഴ്സുകൾ അവരെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ, പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവരുടെ ബൈയിങ് ബിഹേവിയർ എങ്ങനെയാണ്. അപ്പോൾ ആ ബൈയിങ് ബിഹേവിയർ എന്ന് പറയുന്ന കൺസംഷൻ പാറ്റേണിനെ കുറിച്ച് മാർക്കറ്റർ സ്റ്റഡി ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ഡിഫറെൻറ്റ് ആസ്പെക്റ്റുകളാണ് അയാൾക്ക് മനസ്സിലാകാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ it describes the peculiarities or characteristics of the problem. It describes the various aspects of the problem. നമുക്ക് എന്തൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് നോളജ് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു എക്സ്പാൻഷൻ ഓഫ് ദി നോളജ് മാത്രം ഇതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ഇതിനെ പറയുന്ന പേര് എന്താണ്, ഒരു ഫാക്ട് ഫൈൻഡിങ് ഇൻവെസ്റ്റിഗേഷനാണ്. ദെൻ Descriptive research, it provides the appropriate question to the answers. അതായത് നമുക്ക് കുറേ കാര്യങ്ങൾക്ക് നമുക്ക് ആൻസറബിൾ ആവുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. അതായത് നമുക്കിപ്പോൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പോയിന്റിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ മാർക്കറ്റ് റിസർച്ചർ മാർക്കറ്റിലുള്ള കൺസ്യൂമർ ബിഹേവിയറിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചാണ്. മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ കമ്പനി വാണ്ട് ടു ഇവാലുവേറ്റ് ദ മൊറൈൽസ് ഓഫ് ദി സ്റ്റാഫ്. അതായത് കമ്പനിയിലുള്ള എംപ്ലോയീസിൻ്റെ ആ സ്റ്റാഫിൻ്റെ മൊറൈൽ പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളത് പഠിക്കുകയാണ്. അതായത് കമ്പനിയിലുള്ള എംപ്ലോയീസ് വളരെ ഹോണസ്റ്റി ആണോ, ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളുകളാണോ, സിൻസിയർ ആണോ, അവരുടെ മൊറൈൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ ഓരോ എംപ്ലോയീസിൻ്റെയും അവരുടെ ബിഹേവിയർ, അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊരു ഇവാലുവേഷൻ ചെയ്യാൻ മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ ചെയ്യുന്നുള്ളൂ.
describing a particular event or particular situation or particular individual. ഒരു ഇൻഡിവിജ്വലിന് ഒരു ഫേമിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഫേമിനെ കുറിച്ച് മാത്രമുള്ള ഒരു ഡിസ്ക്രിപ്ഷനെ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് കഴിയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്ന സ്റ്റഡി ആണെങ്കിൽ അതിൻ്റെ റിസർച്ച് ഡിസൈൻ തയ്യാറാക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. എന്താ റിസർച്ച് ഡിസൈൻ? നമുക്കറിയാം, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി ചെയ്യാൻ ആവശ്യമുള്ള ഒരു ഔട്ട്ലൈനാണ്, ഒരു പ്ലാനാണ്, അല്ലെങ്കിൽ നമുക്കതിന് വേണ്ടി വരുന്ന ഒരു ഗൈഡ് ലൈനെയാണ് എന്ത് പറയുക, റിസർച്ച് ഡിസൈൻ എന്ന് പറയുക. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ ആണ് എന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ച് വേണം റിസർച്ച് ഡിസൈൻ തയ്യാറാക്കാനായിട്ട്. കാരണം ഇതിലൊരു സൊല്യൂഷൻ ടു ദി പ്രോബ്ലം അല്ല എന്നുണ്ടെങ്കിൽ കൂടെയും നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു ഇലാബറേറ്റ് ഐഡിയ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ടോപ്പിക്കിൻ്റെ ഒരു പ്രോബ്ലത്തിൻ്റെ വേരിയസ് ആസ്പെക്റ്റുകളെ പരിഗണിച്ചുകൊണ്ടാണ് നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എന്താണോ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് അതിൻ്റെ പല ഭാഗങ്ങളെയും എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, മാർക്കറ്റ് റിസർച്ചർ വാണ്ട്സ് ടു സ്റ്റഡി അബൌട്ട് ദ ബൈയിങ് ബിഹേവിയർ ഓർ കൺസ്യൂമർ ബിഹേവിയർ. കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയറിനെ സ്റ്റഡി ചെയ്യാനായിട്ടുള്ള ഒരു ടോപ്പിക്കിനെ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുള്ള കുറച്ച് കൺസ്യൂമേഴ്സിനെ മാത്രം സെലക്ട് ചെയ്തത് കൊണ്ടായില്ല. ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ഏതൊക്കെ കൺസ്യൂമേഴ്സ് ഉണ്ടോ ആ കൺസ്യൂമേഴ്സിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള ബിഹേവിയറൽ പാറ്റേൺ അയാൾക്ക് അനലൈസ് ചെയ്തെങ്കിൽ മാത്രമേ കൺസ്യൂമറിൻ്റെ ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ ബൈയിങ് കൺസംഷൻ ബിഹേവിയറിനെ കുറിച്ചുള്ളൊരു ഫൈൻഡിങ്സിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. സോ റിസർച്ച് ഡിസൈൻ takes into account the various aspects of the problem or a situation for the purpose of detailed and intensive and scrupulous study. Researcher emphasizes on the qualitative or descriptive fact of investigation, not the quantitative measurement. എപ്പോഴും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റകളെ കുറിച്ചാണ് അനലൈസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഫാക്റ്റുകളെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ അവരുടെ ബൈയിങ് ബിഹേവിയർ അറിയുമ്പോൾ എവിടുന്നാണ് വാങ്ങിക്കുന്നത് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുകയാണ്. അല്ലെങ്കിൽ എപ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ വാങ്ങിക്കുക എന്ന് പറയുന്നത് പല കൺസ്യൂമേഴ്സിൻ്റെയും പല ഒപ്പീനിയൻസുകളാണ് അല്ലേ. അവരുടെ ഓരോരുത്തരുടെയും ഒപ്പീനിയൻസുകൾ, സജഷൻസുകൾ, അവരുടെ മോട്ടീവ്സുകൾ, നീഡുകളെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അതിനനുസരിച്ചിട്ടായിരിക്കും അവർ റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ക്വാണ്ടിറ്റേറ്റീവായിട്ടുള്ള മെഷർമെൻ്റ് അല്ല എപ്പോഴും റിസർച്ച് ഡിസൈനിലൂടെ ചെയ്യുന്നത്. ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള ഫാക്റ്റുകളെ അനലൈസ് ചെയ്യുന്നതിനാണ് റിസർച്ച് ഡിസൈൻ തയ്യാറാക്കുന്നത്. റിസർച്ചർ മസ്റ്റ് ബി വെരി കെയർഫുൾ വൈൽ ഡിസൈനിങ് ഓർ പ്രിപ്പയറിംഗ് ദ റിസർച്ച് ഡിസൈൻ, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ, ബിക്കോസ് ഇറ്റ് ഈസ് for the purpose of the coverage of the thorough study. നമ്മളിപ്പോൾ സ്റ്റഡി ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ കിട്ടുക എന്നുള്ളതല്ല. കിട്ടുന്ന ഇൻഫർമേഷൻ എന്തായിരിക്കണം, കറക്റ്റായിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി ആയിരിക്കണം, ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു നോളജ് ആയിരിക്കണം, അതിനെക്കുറിച്ചുള്ളൊരു ഫാക്ട് ഫൈൻഡിങ് ഇൻഫർമേഷൻ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ റിസർച്ച് ഡിസൈൻ ചെയ്യുമ്പോഴും നമ്മുടെ റിസർച്ചർ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇതിൻ്റെ പ്ലാൻ തയ്യാറാക്കേണ്ടത്. നമുക്കൊരു സൊല്യൂഷനൊന്നും കാണേണ്ടതല്ല എന്ന് പറയുന്ന ഒരു ബേസിലേക്ക് വരാതെ തന്നെ വളരെ ശ്രദ്ധയോടുകൂടെ തയ്യാറാക്കേണ്ട റിസർച്ച് ഡിസൈൻ തന്നെയാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ. അപ്പോൾ റിസർച്ച് ഡിസൈൻ്റെ കണ്ടൻസുകളാണ്, കമ്പോണൻസുകളാണ് പറയുന്നത്. നമ്പർ 1, ഒരു ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈനിൽ ഫസ്റ്റ് 1 കൊടുക്കുന്നത് ഫോർമുലേറ്റിംഗ് റിസർച്ച് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഫസ്റ്റ് ഹെഡ് എന്തായിരിക്കണം, റിസർച്ച് ക്വസ്റ്റ്യൻ ഫോർമുലേറ്റ് അല്ലെങ്കിൽ പ്രോബ്ലം ഡെഫിനിഷൻ. നമ്പർ 2, സെലക്ടിംഗ് ദ റെലവൻറ്റ് സൈറ്റ് ആൻഡ് സബ്ജക്റ്റ്. നമ്പർ 3, കളക്ഷൻ ഓഫ് റെലവൻറ്റ് ഡാറ്റ. Number 4, interpretation of data. Number 5, findings and collection, findings or conclusion. അതായത് നമുക്ക് കമ്പോണൻസ് ഓഫ് റിസർച്ച് ഡിസൈൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് ഒരു റിസർച്ച് ഡിസൈനിൽ എന്തെല്ലാം കണ്ടൻസുകളും ഉണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പോൾ എല്ലാ കണ്ടൻസുകളും, അതിൽ പറയുന്ന എല്ലാ കണ്ടൻസുകളും എല്ലാ സ്റ്റഡിക്കും ഉണ്ടാവില്ല. നമ്മുടെ പർപ്പസ് ഓഫ് സ്റ്റഡി എന്താണോ, നമ്മുടെ ടോപ്പിക്കിനെ എങ്ങനെയാണോ അനലൈസ് ചെയ്യുന്നത് അതിനനുസരിച്ച് കൊണ്ടാണ് നമ്മുടെ റിസർച്ചിൻ്റെ പ്ലാനും തയ്യാറാക്കേണ്ടത്. അതുകൊണ്ട് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ ആ ഒരു സ്റ്റഡിയുടെ പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി, ഒരു അനാലിസിസ് മാത്രമേ
ഉദ്ദേശിക്കുന്നുള്ളൂ. അതിലൊരു സൊല്യൂഷൻ കാണേണ്ടത് അല്ലാത്തത് കൊണ്ട് നമ്മുടെ ഫസ്റ്റ് ഈ സ്റ്റെപ്പുകൾ മാത്രമേ അതിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരുള്ളൂ. നമുക്ക് ഡെവലപ്പിംഗ് ഹൈപ്പോത്തിസ് എന്താണ്, ഒരു കണ്ടൻ്റാണ്. പക്ഷേ എപ്പോഴും ഹൈപ്പോത്തിസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് മാത്രമേ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതില്ല. അതിൻ്റെ സ്റ്റഡി എന്താണ്, നേച്ചർ ഓഫ് ദി സ്റ്റഡി എന്താണ്, സ്കോപ്പ് ഓഫ് ദി സ്റ്റഡി എന്താണോ, അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ് ഓഫ് ദി സ്റ്റഡി എന്താണോ, അതിനനുസരിച്ച് കൊണ്ടാണ് നമ്മൾ ഈ റിസർച്ചിൻ്റെ ഡിസൈന് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ് പറയുന്നത്, ഫോർമുലേറ്റിംഗ് ദ റിസർച്ച് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ റിസർച്ച് ഡിസൈൻ, ദ റിസർച്ചർ ഷുഡ് ബി formulate the research question or define the problem to be answered. നമ്മൾ പഠിച്ചതാണല്ലേ പ്രോബ്ലം ഡെഫിനിഷൻ. ആദ്യമായിട്ട് റിസർച്ചർ ചെയ്യേണ്ടതാണ് പ്രോബ്ലത്തിന് എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക. നമുക്ക് എന്തിനെക്കുറിച്ചാണോ സ്റ്റഡി ചെയ്യേണ്ടത്, അതിന് എന്തെല്ലാം ആൻസറുകളാണോ കിട്ടേണ്ടത്, അതിനാവശ്യമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യണം, റിസർച്ച് ക്വസ്റ്റ്യൻസുകളെ തയ്യാറാക്കണം. അപ്പോൾ ആ റിസർച്ച് ക്വസ്റ്റ്യൻസുകൾ ആ ഒരു പ്രോബ്ലത്തിനെ സ്പെസിഫിക്കലി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ, വൈഡായിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്താ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, നമ്മുടെ ഫൈൻഡിങ്സിലേക്ക് എത്താനായിട്ട് കഴിയുള്ളൂ, അല്ലെങ്കിൽ നമുക്കതിൻ്റെ ക്ലിയർ ആയിട്ടുള്ളൊരു സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവിലേക്ക് എത്താനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ റിസർച്ചർ ആദ്യം തയ്യാറാക്കേണ്ടത് ആ കണ്ടൻറ്റിൽ വരേണ്ട ഫസ്റ്റ് പോയിൻ്റ് ആണ് പറഞ്ഞത്, ഫോർമുലേറ്റിംഗ് ദ റിസർച്ച് ക്വസ്റ്റ്യൻ. ഇപ്പോൾ റിസർച്ച് ക്വസ്റ്റ്യൻ നടത്തുമ്പോൾ പ്രിസൈസ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കണം തയ്യാറാക്കേണ്ടത്. അതായത് ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് റിസർച്ചർ വാണ്ട്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ബൈയിങ് ബിഹേവിയർ ഓഫ് ദി കൺസ്യൂമർ എന്ന് പറയുന്ന ഒരു സ്റ്റഡിയാണ് അല്ലേ. അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ ബൈയിങ് ബിഹേവിയർ അറിയണമെന്നുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സിന് നമ്മൾ എവിടുത്തെ കൺസ്യൂമേഴ്സിനെ മാത്രം സ്റ്റഡി ചെയ്യുന്നത്, നമ്മളൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയയിലുള്ള കൺസ്യൂമേഴ്സിനെ മാത്രമാണോ, അല്ലെങ്കിൽ നമ്മൾ ഏത് ടൈപ്പിലുള്ള ഗുഡ്സിൻ്റെ ബൈയിങ് ബിഹേവിയർ ആണ് ഉദ്ദേശിക്കുന്നത്, ഇലക്ട്രോണിക് ആയിട്ടുള്ള ഗുഡ്സുകളാണോ, ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഗുഡ്സുകളാണോ, ഓട്ടോമൊബൈൽ ഗുഡ്സുകളാണോ, നമ്മൾ ഏത് ഗുഡ്സിനെ കുറിച്ചുള്ള ആ ഒരു റെഫറൻഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകളായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മുടെ സ്റ്റഡി എന്ന് പറയുന്ന അതിൻ്റെ സ്കോപ്പിനെ നമുക്ക്, അല്ലെങ്കിൽ അതിൻ്റെ നേച്ചറിനെ നോക്കി ഒബ്ജക്റ്റീവ് നോക്കിയിട്ട് ആ സ്റ്റഡിയുടെ റിസൾട്ടിലേക്ക് എത്താനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ആദ്യം റിസർച്ച് ക്വസ്റ്റ്യന് പ്രോബ്ലത്തിനെ ഡിഫൈൻ ചെയ്യണം. അതിനുശേഷം പ്രോബ്ലത്തിന് നമുക്ക് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാലാണ് അതിൻ്റെ റെലവൻറ്റ് സൈറ്റ്സ് ആൻഡ് സബ്ജക്റ്റ് ആൻഡ് കളക്ഷൻ ഓഫ് ഡാറ്റ ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മളവിടെ റിസർച്ചിൻ്റെ കമ്പോണൻസിൽ പഠിച്ചിട്ടുള്ളതാണ് സാമ്പിളിംഗ് ഡിസൈൻ, സാമ്പിളിംഗ് ടെക്നിക്സ്, ഡാറ്റ കളക്ഷൻ മെത്തേഡ്, കളക്ഷൻ ടെക്നിക്സ് ഒക്കെ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ സെക്കൻഡ് ഈ പ്രോബ്ലത്തിനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിസർച്ചർ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണ്, വാട്ട് മെത്തേഡ് ഓഫ് ഡാറ്റ കളക്റ്റഡ്, വാട്ട് ഈസ് ദ ടൂൾസ് ഫോർ യൂസ്ഡ് ഡാറ്റ കളക്ഷൻ മെത്തേഡ്, വാട്ട് ഡാറ്റ ഷുഡ് ബി കളക്റ്റഡ്. അതായത് നമുക്ക് ആരിൽ നിന്ന് എവിടുന്നാണ് എങ്ങനെ കളക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക, ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസുകൾ അവൈലബിൾ ആവുക. അപ്പോൾ നമ്മൾ പറയുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈയിങ് ബിഹേവിയർ ആണ്. അപ്പോൾ നമ്മൾ കേരളത്തിൽ മാത്രമുള്ള ബയേഴ്സിനെ കുറിച്ച്, കൺസ്യൂമേഴ്സിനെ കുറിച്ചാണ് സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ബയേഴ്സിനെയാണ് നമ്മൾ കൺസ്യൂമേഴ്സിനെ സെലക്ട് ചെയ്യണം. അപ്പോൾ ആ സെലക്ട് ചെയ്യാനുള്ള ഡിസൈൻസുകൾ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം, ഫോർമുലേറ്റ് ചെയ്യണം. അതാണ് ഇവിടെ പറയുന്നത് സെലക്ടിങ് റെലവൻറ്റ് സൈറ്റ് ആൻഡ് സബ്ജക്റ്റ്. നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യേണ്ടത് എവിടെ നിന്നാണോ എങ്ങനെയാണോ സെലക്ട് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസുകളാണ് പിന്നീട് തയ്യാറാക്കുന്നത്. അതിനുശേഷമാണ് ഡാറ്റ കളക്ഷൻ മെത്തേഡ് സ്വീകരിക്കുന്നത്. എന്താ ഡാറ്റ കളക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് നമുക്ക് പല മെത്തേഡുകളും യൂസ് ചെയ്യാം അല്ലേ. സർവേ കണ്ടക്ട് ചെയ്യാം, ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ കൺസ്യൂമർ ബിഹേവിയർ ആയതുകൊണ്ട് കൺസ്യൂമേഴ്സിനോടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിക്കേണ്ടത്. അപ്പോൾ റിസർച്ചർ ക്വസ്റ്റ്യൻസ് ആർ ടു ബി ആസ്ക്ഡ് to the respondent must be carefully selected. നമ്മൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലാണ് അവരുടെ ബൈയിങ് ബിഹേവിയറിനെ സ്റ്റഡി ചെയ്യുന്ന ഒരു ടോപ്പിക്കിലേക്ക് എത്തിക്കാനായിട്ട് കഴിയുക. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ മാത്രം സെലക്ട് ചെയ്തുകൊണ്ടായിരിക്കണം അവർ ഈ പറയുന്ന റിസർച്ച് ഡിസൈനിൽ ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുന്നത്. അതായത് എപ്പോഴും റിസർച്ചർ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിസർച്ച് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോബ്ലത്തിൻ്റെ നേച്ചർ നോക്കണം, സ്കോപ്പ് ഓഫ് ദി സ്റ്റഡി നോക്കണം, ഒബ്ജക്റ്റീവ് ഓഫ് ദി സ്റ്റഡി നോക്കണം, റെസ്പോണ്ടൻറ്റിൻ്റെ നേച്ചർ ശ്രദ്ധിക്കണം, വിച്ച് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ഈസ് നീഡഡ്, ദ ഡിഗ്രി ഓഫ് ദി ആക്യുറസി ഓഫ് ദി ഡിസയേർഡ് ഡാറ്റ ഫോർ ദി സ്റ്റഡി,
നമ്മുടെ സ്റ്റഡിക്ക് ആവശ്യമുള്ള ഡാറ്റകൾ കൃത്യമായിട്ടുള്ള രീതിയിൽ ശരിയായിട്ടുള്ള ഇൻഫർമേഷൻസുകൾ അവൈലബിൾ ആകുമോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ അതിനുള്ള ഡാറ്റ കളക്ഷൻ മെത്തേഡിലേക്കൊക്കെ കടക്കാനായിട്ട് പാടുള്ളൂ. ഇനി കളക്ട് ചെയ്യുമ്പോൾ ഒരു സർവേ ആണ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ ആ റെസ്പോണ്ടൻറ്റിനോട് പ്രിസൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ, കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിച്ച് വേണം നമ്മൾ അതിനെ ഒരു അനാലിസിലേക്ക് കൊണ്ടുവരാൻ. അപ്പോൾ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിൻ്റാണ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. അത് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റനെ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം അല്ലേ. അനലൈസ് ചെയ്യാനായിട്ട് അതിനെ കുറേ കൺസ്യൂമേഴ്സിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്തു. കേരളത്തിൽ മുഴുവനും വരുന്ന കൺസ്യൂമേഴ്സിനെ സ്റ്റഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ഡാറ്റകളെല്ലാം അതിനെ സോർട്ടിങ് ചെയ്ത് കോഡിങ് ചെയ്ത് ടാബുലേഷൻ ചെയ്ത് ഒരു അനാലിസിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു ഇൻ്റർപ്രിട്ടേഷനിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. നമുക്കൊരു ഇൻഫറൻഷ്യൽ ആയിട്ടുള്ളൊരു അനാലിസിസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആ ഇൻഫറൻഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ അവൈലബിൾ ആയിട്ടുള്ളത് എന്താണോ, അതിൽ നിന്ന് കിട്ടിയ റെസ്പോണ്ടൻസുകൾ എന്തൊക്കെയാണോ, അതിൻ്റെ ബേസിലായിരിക്കും നമുക്ക് ഡാറ്റയെ ഇൻ്റർപ്രിറ്റ് ചെയ്യാനായിട്ട് പറ്റുക. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, റിസർച്ചർ ഫൈൻഡിങ്സ്, അതായത് കിട്ടിയ ഡാറ്റയിൽ നിന്ന് നമ്മൾ കൺസ്യൂമർ ബിഹേവിയറാണ് സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ കൺസ്യൂമറുടെ ബിഹേവിയർ എങ്ങനെയുള്ള ബിഹേവിയറാണ് എന്നുള്ള ഒരു ഫൈൻഡിങ്സിലേക്ക് എത്തണം. കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചേഞ്ചിങ് ആണല്ലേ. അവർക്ക് പല നീഡ്സുകളാണ്, വാണ്ട്സുകളാണ്, അവരുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിഫറൻസാണ്, അവർ ഫാഷനബിൾ ആയിട്ടുള്ള മെൻറ്റാലിറ്റി ഉള്ളവരാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻകം ലെവലുള്ളവരാണ്, ഡിഫറെൻ്റ് സോഷ്യൽ സ്റ്റാറ്റസിൽ നിന്ന് വരുന്ന ആളുകളാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള റീജിയൻസുകളാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിലീഫാണ്, കൾച്ചറാണ്. ഇതൊക്കെ അനലൈസ് ചെയ്യുമ്പോഴാണ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന ഒരു സ്റ്റഡിയുടെ അനാലിസിസും ഫൈൻഡിങ്സിലേക്ക് എത്താനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ലാസ്റ്റ് റിസർച്ചർ എന്ത് ചെയ്യണം, അതിൻ്റെ ഫൈൻഡിങ്സിലേക്ക് വരണം. ഓരോ ഗ്രൂപ്പിലുള്ള കൺസ്യൂമേഴ്സിൻ്റെയും ബിഹേവിയറൽ പാറ്റേൺ അയാൾ അനലൈസ് ചെയ്തതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് പറയുന്നതാണ് ഫൈൻഡിങ്സ് എന്ന് പറയുന്നത്, കൺക്ലൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക്. ഇങ്ങനെയാണ് റിസർച്ച് ഡിസൈൻ, ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ തയ്യാറാക്കുന്നത്. സോ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഈസ് ഡിസ്ക്രൈബിംഗ്, descriptive research is carried to done for the objective attaining more knowledge or acquiring more knowledge or expansion of the knowledge or describing the particular problem or describing the characteristics of the population or phenomena. That is called descriptive research. ഓരോ റിസർച്ച് ചെയ്യുമ്പോഴും അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡിലൂടെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അതിൻ്റെ പ്ലാൻ തയ്യാറാക്കേണ്ടത്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൻ്റെ പ്ലാനാണ് ഈ പറയുന്ന പോയിൻറ്റ്സുകൾ. നെക്സ്റ്റ് റിസർച്ച് ഡിസൈൻ, causal research design or experimental research design. The causal research design എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ causal research is intended to seek the cause and effect relationship between two variables. അതായത് രണ്ട് വേരിയബിൾ തമ്മിലുണ്ടാകുന്ന റിലേഷൻഷിപ്പിനെ, അതിൻ്റെ കോസാലിറ്റിയെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് കോസൽ റിസർച്ച്. കോസൽ റിസർച്ചിൽ it is designed to determine whether one or more variable causes or effect on one or more another variable or outcome variable. അതായത് നമുക്ക് പ്രൈസ് ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് പ്രൈസിലുള്ള ചേഞ്ച് ഡിമാൻഡിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഫാക്ടറാണ് പ്രൈസ് എന്ന് പറയുന്ന ഫാക്ടർ, മറ്റൊരു ഫാക്ടറാണ് ഡിമാൻഡ് എന്ന് പറയുന്ന ഫാക്ടർ. അപ്പോൾ പ്രൈസിലുള്ള ചേഞ്ചസ് ഡിമാൻഡിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള സ്റ്റഡീസുകളിൽ പ്രൈസിലുള്ള ചേഞ്ച് ഡിമാൻഡിനെ അനലൈസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ചെയ്യുന്ന സ്റ്റഡീസുകളാണ് കോസൽ റിസർച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇഫ് ദർ ഈസ് എ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾ, the
റിസർച്ചർ ഷുഡ് കണ്ടക്ട് ദ കോസാലിറ്റി അല്ലെങ്കിൽ കോസൽ റിസർച്ച്. നമുക്ക് റിലേഷൻഷിപ്പിനെ സ്റ്റഡി ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഈ എടുക്കേണ്ട സ്റ്റഡിയുടെ മെത്തേഡാണ് കോസൽ റിസർച്ച് മെത്തേഡ്. അപ്പോൾ ഇൻ ഓർഡർ ടു ഡിറ്റർമിൻ ദ കോസാലിറ്റി ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഹോൾഡ് ദ വേരിയബിൾ ദാറ്റ് ഈസ് ദ കോസിംഗ് വേരിയബിൾ ദാറ്റ് ഈസ് affect in another variable and also measures what changes in another variable. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കോസൽ റിസർച്ച് വെച്ചുകൊണ്ട് പ്രൈസും ഡിമാൻഡും അനലൈസ് ചെയ്യുമ്പോൾ പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് ഡിമാൻഡിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു. അപ്പം അങ്ങനെയുള്ളൊരു അഫക്റ്റിൽ എന്തൊക്കെ ചേഞ്ചസുകളാണ് ഡിമാൻഡിൽ വരുന്നത് എന്നുള്ളത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് causal research. So, causal research it accomplishes these goals through laboratory or field experiment. സാധാരണ causal റിസർച്ചുകളൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരു അനലറ്റിക്കലായിട്ടുള്ള റിസർച്ചുകളാണ്. അപ്പോൾ എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസുകളിലൂടെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പെരിമെൻ്റൽ സ്റ്റഡി എന്ന് പറയുമ്പോൾ നമുക്ക് സയൻസിൽ അതുപോലെ തന്നെ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മെഡിക്കൽ ഇങ്ങനെയുള്ള ഫീൽഡുകളിലൊക്കെയാണ് എന്ത് ചെയ്യാറുള്ളത്, എക്സ്പെരിമെൻറ്റുകൾ കണ്ടക്ട് ചെയ്യാറുള്ളത്. ബിസിനസ്സുകളിലും ബിസിനസ് റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോഴും എക്സ്പെരിമെൻറ്റുകളിലൂടെ തന്നെയാണ് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് പല മേഖലകളിലും എക്സ്പെരിമെൻറ്റേഷൻ നടത്തിയിട്ടാണ് ബിസിനസ് ഫീൽഡിൽ ഓരോ പുതിയ പ്രൊഡക്റ്റുകളെയും എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ പുതിയ പ്രൊഡക്റ്റുകൾക്കെല്ലാം ഡെവലപ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിനെ കുറിച്ച് എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. അപ്പോൾ മാർക്കറ്റിനെ കുറിച്ച് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് മാർക്കറ്റിലുണ്ടാകുന്ന ചേഞ്ച്, അതിൻ്റെ കോസിനെയും അനലൈസ് ചെയ്യണം, അതിൻ്റെ ഇഫക്റ്റിനെയും അനലൈസ് ചെയ്യണം. അപ്പോൾ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പിനെ അനലൈസ് ചെയ്യുന്ന റിസർച്ച് സ്റ്റഡിയാണ് കോസൽ റിസർച്ച് സ്റ്റഡി. ഇൻ എ കോസൽ റിസർച്ച് the point should be considered. It is emphasizes on a specific hypothesis about the effects of changes of one variable on another variable. It deals with the cause and effect relationship. അതായത് നമുക്ക് വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പിനെയാണ് സ്റ്റഡി ചെയ്യുന്നത് അല്ലേ. അപ്പോൾ സ്റ്റഡി ചെയ്യുമ്പോൾ അതിൻ്റെ റിലേഷൻഷിപ്പിൽ എത്രമാത്രം കോസാലിറ്റി ഉണ്ട്, ചേഞ്ചസ് വരുന്നുണ്ട്, ഒരു വേരിയബിൾ ഉണ്ടാകുന്ന ചേഞ്ച് മറ്റൊരു വേരിയബിളിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു അനാലിസിസ് ചെയ്യുമ്പോൾ ഇപ്പോഴും ഹൈപ്പോത്തിസുകളെ സെറ്റ് ചെയ്തുകൊണ്ടൊക്കെയാണ് കോസൽ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ഇഫക്റ്റീവ്നെസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ, ഹൗ വിൽ അഫക്ട് ദി സെയിൽസ് ഓർ പ്രോഫിറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ. To understand the advertisement effectiveness അല്ലെങ്കിൽ advertisement performance to increasing whether the increase in sales or profit. അപ്പോൾ നമ്മൾ രണ്ട് വേരിയബിളാണ്, ഒന്ന് അഡ്വർടൈസ്മെൻറ്റ് മറ്റൊരു ഫാക്ടറാണ് പറയുന്നത് സെയിൽസ് ഓർ പ്രോഫിറ്റ്. അപ്പോൾ അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ് അല്ലേ. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റിലുണ്ടാകുന്ന കാരണങ്ങൾ കൊണ്ടാണ് സെയിൽസിൽ അല്ലെങ്കിൽ പ്രോഫിറ്റിൽ എന്തുണ്ടാവുന്നത്, ചേഞ്ചസ് ഉണ്ടാവുന്നത്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കോസാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് ഓർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇഫക്റ്റാണ്. അപ്പോൾ രണ്ട് ഫാക്ടറുകൾ എന്ന് പറയുന്നത് ഈ അഡ്വർടൈസ്മെൻറ്റ് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻഡൻറ്റ് ഫാക്ടറാണ്. എന്താ ഡിപ്പെൻഡൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റിലുണ്ടാകുന്ന ആ പെർഫോമൻസിൻ്റെ അല്ലെങ്കിൽ ആ ഇഫക്റ്റീവ്നെസ്സിൻ്റെ ബേസിലാണ്, അതിൻ്റെ കാരണം കൊണ്ടാണ് സെയിൽസിലും പ്രോഫിറ്റിലും ചേഞ്ച് ഉണ്ടാകുന്നത്. അപ്പോൾ കോസൽ റിസർച്ചിൽ ഈ ഒരു ചേഞ്ച് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് അനലൈസ് ചെയ്യുന്നത്. ഒരു വേരിയബിളിൽ ഉണ്ടാകുന്ന ചേഞ്ച് മറ്റു വേരിയബിളിനെ എങ്ങനെയാണത് അഫക്റ്റ് ചെയ്യുന്നത്, ആ അഫക്റ്റ് ചെയ്യുന്നതിൻ്റെ ഇഫക്റ്റിനെയാണ് അവിടെ മെഷർ ചെയ്യുക. സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ. സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യുന്നു. അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ പല മെത്തേഡിലൂടെയും അഡ്വർടൈസ്മെൻറ്റുകൾ പ്രൊവൈഡ് ചെയ്യാം. ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതിലുള്ള മെത്തേഡിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ സെയിൽസ് ഇൻക്രീസ് ചെയ്യുമോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യും. അപ്പോൾ എപ്പോഴും റിസർച്ച്, ഈ അനലറ്റിക്കൽ റിസർച്ചുകളിൽ എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ടാണ് കോസൽ റിസർച്ച് അല്ലെങ്കിൽ അനലറ്റിക്കൽ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റൽ റിസർച്ചിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ അതിൻ്റെ കാരണത്തിനെ എന്ത് ചെയ്യും, മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടും ചേഞ്ച് ചെയ്തുകൊണ്ടും ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ എങ്ങനെയാണ് അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാവുക, അതിൻ്റെ ഔട്ട്കം എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഇഫക്റ്റീവ്നെസ്സിനെ അനലൈസ് ചെയ്യുമ്പോൾ സെയിൽസ് ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു പോസിറ്റീവായിട്ടുള്ള പെർഫോമൻസ് ആണ്, അല്ലെങ്കിൽ അത് ഇഫക്റ്റീവ് ആണ് എന്ന് പറയുന്ന ഒരു ഫൈൻഡിങ്ങിലേക്ക് എത്താനായിട്ട് പറ്റും. ഇപ്പോൾ ഫേം ആണെന്നുണ്ടെങ്കിൽ ആ ഫേമിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാമെന്നുള്ളൊരു ഡിസിഷനിലെത്താനായിട്ട് കഴിയും. മറ്റൊരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ട്രെയിനിങ് to improve the to understand the improvement of the training on giving of new skill. അതായത് ഇപ്പോൾ നമ്മുടെ കമ്പനിയിൽ എംപ്ലോയീസിന് കൊടുക്കുന്ന ട്രെയിനിങ്, അപ്പോൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു കാരണം കൊണ്ട് പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ് എന്താവാം, ചേഞ്ച് ഉണ്ടാവാം. പെർഫോമൻസ് ഓഫ് എംപ്ലോയീസിലുണ്ടാകുന്ന ചേഞ്ച് അതൊരു ഇഫക്റ്റാണ്. ഈ റിലേഷൻഷിപ്പിനെ അനലൈസ് ചെയ്യാനായിട്ട് കോസൽ റിസർച്ചാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ റിസർച്ചിൽ ഈ ഒരു ടോപ്പിക്കിൽ എന്താ ചെയ്യുന്നത്, ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ, അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണോ അല്ലെങ്കിൽ പുതിയ ഇന്നോവേറ്റീവായിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ എംപ്ലോയീസിനിടയിൽ അവരുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ ഡിക്രീസ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. ട്രെയിനിങ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിളാണ് പെർഫോമൻസ്. ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിളാണ് എന്ന് പറയുന്നത് പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. അപ്പം എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് എത്രമാത്രം ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഡിക്രീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും ട്രെയിനിങ് കൊടുക്കുന്നതിൻ്റെ ബേസിലായിരിക്കും. അപ്പോൾ ഒരു ഫാക്ടറിൽ ഉണ്ടാകുന്ന ചേഞ്ച് മറ്റൊരു വേരിയബിളിനെ, മറ്റൊരു ഫാക്ടറിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു അതിനെ മെഷർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത് ചെയ്യുന്നത്, കോസാലിറ്റി അല്ലെങ്കിൽ കോസൽ റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ കോസൽ റിസർച്ചുകളിലൊക്കെ കൂടുതലായിട്ടും എന്താ യൂസ് ചെയ്യുന്നത്, ഒന്നുകിൽ അതിനെ അനലൈസ് ചെയ്യാനായിട്ട് എക്സ്പെരിമെൻറ്റേഷൻ ചെയ്യണം, പരീക്ഷണങ്ങൾ നടത്തണം. അപ്പോൾ നമ്മൾ പരീക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള ഫീൽഡിൽ, മെഡിക്കൽ ഫീൽഡിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ അല്ലേ. പക്ഷേ എക്സ്പെരിമെൻറ്റേഷൻ എവിടെ ചെയ്യുന്നുണ്ട്, ബിസിനസ് റിസർച്ചിലൊക്കെ ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട്. അതായത് ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എക്സ്പെരിമെൻറ്റേഷൻ തന്നെയാണ്. അതായത് കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സ്, കൺസ്യൂമേഴ്സിൻ്റെ വാണ്ട്സ് ഇതൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് പുതിയ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ പൊട്ടൻഷ്യാലിറ്റി എങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ന്യൂ പ്രൊഡക്റ്റ് ആൻഡ് മാർക്കറ്റ് പൊട്ടൻഷ്യാലിറ്റി, ആ രണ്ട് ഫാക്ടറുകളെ നമുക്ക് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഈ കോസൽ റിസർച്ച് കണ്ടക്ട് ചെയ്യണം. അപ്പോൾ കോസൽ റിസർച്ച് ഇൻവോൾവ്സ് എക്സ്പെരിമെൻറ്റ് വേർ ആൻ ഇൻഡിപെൻഡൻറ്റ് ഫാക്ടർ ഈസ് ചേഞ്ച്ഡ് ഓർ മാനിപ്പുലേറ്റഡ് ടു സീ ഹൗ ഇറ്റ് അഫക്റ്റ് എ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ബൈ കൺട്രോളിങ് ദ ഇഫക്റ്റ് ഓഫ് ദി എക്സ്ട്രാനിയസ് വേരിയബിൾ. നമുക്ക് എക്സ്ട്രാനിയസ് വേരിയബിൾ എന്താണെന്നുള്ളത് പഠിക്കാനുണ്ട്. അതായത് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള കോസാലിറ്റിയാണ് കോസൽ റിസർച്ചിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. എത്രമാത്രം ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു സ്റ്റഡിയാണ് കോസൽ റിസർച്ചിൽ കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷേ കോസൽ റിസർച്ചുകളൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് മറ്റുള്ള സ്റ്റഡീസുകൾ പോലെ വളരെ സിമ്പിളായിട്ട് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഈ പറയുന്ന കോസൽ റിസർച്ച് എന്ന് പറയുന്നത്. അങ്ങനെ കോംപ്ലക്സ് ആണെന്ന് പറയാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ ഈ ഇൻഡിപെൻഡൻറ്റ് ഫാക്ടറും ഡിപ്പെൻഡൻറ്റ് ഫാക്ടറും എടുത്തു കഴിഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ ഒരുപാടുണ്ടായിരിക്കാം. ഇപ്പം നമ്മൾ പ്രൈസ് ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്ന രണ്ട് ഫാക്ടറുകൾ എടുത്തു കഴിഞ്ഞാൽ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന വേറെയും ഫാക്ടറുകൾ ഉണ്ടായിരിക്കാം അല്ലേ. അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വർടൈസ്മെൻറ്റ് കൊണ്ട് സെയിൽസ് മാത്രമല്ല, കൺസ്യൂമേഴ്സിൻ്റെ ഒരു അട്രാക്ഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഫേമിനെ കുറിച്ചുള്ള ഒരു പ്രസ്റ്റീജ് ഇൻക്രീസ് ചെയ്യാം. അങ്ങനെ പറയുന്ന ഒരുപാട് ഫാക്ടേഴ്സുകൾ കൂടെ അതിൽ ചേഞ്ചസുകൾ ഉണ്ടാകുന്നുണ്ട്. ഇനി ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിങ്ങിൽ അവരുടെ പെർഫോമൻസ് മാത്രമല്ല, ചിലപ്പോൾ അവരുടെ സെൽഫ് കോൺഫിഡൻസ് എന്ത് ചെയ്യാം, ഇൻക്രീസ് ചെയ്യാം, അവർക്ക് മോട്ടിവേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഒരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു സ്റ്റഡീസിൽ ഈ കോസൽ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ രണ്ട് ഫാക്ടറിൻ്റെയും റിലേഷൻഷിപ്പിനെ മാത്രം അനലൈസ് ചെയ്യുമ്പോൾ മറ്റു ഫാക്ടറും കൂടെ നമ്മുടെ സ്റ്റഡിയിലേക്ക്, നമ്മുടെ റിസൾട്ടിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ കൂടെ കടന്നു വരാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ അതിനെയും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം ആ ഡയറക്റ്റ് റിലേഷൻഷിപ്പിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്റ്റഡീസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും സൈക്കോളജിക്കലായിട്ടുള്ള ആസ്പെക്റ്റുകൾ, അതായത് ഹ്യൂമൻ ബിഹേവിയറുമായിട്ടൊക്കെ സ്റ്റഡി ചെയ്യുമ്പോൾ, ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ട്രെയിനിങ് ആൻഡ് പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസിൻ്റെ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, അവരുടെ പെർസെപ്ഷൻ, അവരുടെ മോട്ടിവേഷനൊക്കെ ട്രെയിനിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശരിയായിട്ടുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാനും അനലൈസ് ചെയ്യാനും റിസർച്ചറെ സംബന്ധിച്ച് കുറച്ച് പ്രശ്നമുണ്ട്. അതായത് അവരുടെ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള പ്യൂപ്പിളുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബിഹേവിയറൽ പാറ്റേൺ ഇതൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ കോസൽ സ്റ്റഡീസിൽ ചെറിയൊരു ഡിഫിക്കൽട്ടി അറൈസ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ കോസൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ ആ റിലേഷൻഷിപ്പിനെ, ക്ലിയർ കട്ടായിട്ടുള്ളൊരു റിലേഷൻഷിപ്പിനെ അനലൈസ് ചെയ്യാനും പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യും. In short, the business researcher is conducting an experiment to study the cause and effect relationship. Then, to be effective the causal research, the design of the causal research is highly structured and controlled. നമുക്ക് ഏതൊരു സ്റ്റഡിയുടെയും വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനായിരിക്കും, അത് നമ്മൾ എങ്ങനെയാണോ പ്ലാൻ ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും. അപ്പോൾ അതിൻ്റെ പ്ലാനിനെ നമുക്കറിയാം, അതെന്താണ്, റിസർച്ച് ഡിസൈനാണ്. അപ്പോൾ കോസൽ റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസൽ സ്റ്റഡി എങ്ങനെ ആയിരിക്കും, അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തിൻ്റെ ബേസിലാണ്, അതിൻ്റെ കോസൽ റിസർച്ചിൻ്റെ ഡിസൈൻ്റെ ബേസിലാണ്. അത് വളരെ ഭംഗിയായിട്ട് കൃത്യമായിട്ട് സ്ട്രക്ചർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റിസൾട്ടിനെ അത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ റിസർച്ചറുടെ മുന്നിൽ ഉള്ള വലിയൊരു ഫേസ് ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺട്രോളായിട്ടുള്ള ഫാക്ടേഴ്സിനെ അനലൈസ് ചെയ്യുന്ന രീതിയിലൊരു റിസർച്ച് ഡിസൈന് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സാധാരണ കോസൽ സ്റ്റഡീസുകളിലെല്ലാം ഹൈപ്പോത്തിസിസുകളെ ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് ആ പ്രോബ്ലത്തിനെ അനലൈസ് ചെയ്യുക. എന്താ ഹൈപ്പോത്തിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിസിനസ് റിസർച്ചിൽ കോസൽ റിസർച്ചുകളാണ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ എപ്പോഴും നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുകയാണ് അല്ലേ. എന്താ പ്രഡിക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രൈസ് ആൻഡ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിലുള്ള ചേഞ്ച്, ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ഒരു പ്രഡിക്ഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രൈസിൽ എന്ത് ചെയ്യുന്നത്, വേരിയേഷൻ ഉണ്ടോ എന്ന് പ്രൈസിലുള്ള വേരിയേഷൻ അനുസരിച്ച് കൊണ്ട് ഡിമാൻഡിൻ്റെ വേരിയേഷനെ അനലൈസ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ആ പ്രഡിക്ഷൻ വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അതാണ് നമ്മൾ പറയുന്ന ഈ സ്റ്റഡീസിൽ വരുന്ന ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഹൈപ്പോത്തിസിനെ ടെസ്റ്റിംഗ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമുക്ക് ഒരു പ്രഡിക്ഷൻ ചെയ്യുന്നതുമൊക്കെ ഈ കോസാലിറ്റി റിസർച്ചിൽ, കോസൽ റിസർച്ചിലുള്ളത് കൊണ്ട് ബിസിനസ് റിസർച്ചുകൾ ഏകദേശം ഏതുപോലെയാണ് കോസൽ റിസർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചെയ്യുന്നത്. സാധാരണ ടെസ്റ്റിങ്, അതായത് മാർക്കറ്റ് ടെസ്റ്റിംഗ് ചെയ്യാനായിട്ട് പുതിയ പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ മാർക്കറ്റുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൽ കൺസ്യൂമേഴ്സ് അതിൽ അട്രാക്റ്റീവ് ആവും, മാർക്കറ്റിൻ്റെ പൊട്ടൻഷ്യാലിറ്റി എങ്ങനെയുണ്ട് എന്നറിയാനായിട്ട് എന്ത് ചെയ്യാം, കോസൽ റിസർച്ച് കണ്ടക്ട് ചെയ്യാം. അപ്പോൾ ടെസ്റ്റിംഗ് ഓഫ് ദി മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്ത് മെത്തേഡാണ്, കോസൽ റിസർച്ചാണ്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ പുതിയതായിട്ടുള്ള, ഇപ്പോൾ മാർക്കറ്റിംഗ് മിക്സ്, അതായത് പുതിയ അഡ്വർടൈസ്മെൻറ്റുകൾ കൊണ്ടുവരുമ്പോൾ ആ അഡ്വർടൈസ്മെൻറ്റ് കൊണ്ട് എഫക്റ്റ് ആണോ, സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്നുണ്ടോ. വേറൊരു ഇതെന്ന് പറഞ്ഞാൽ റീബ്രാൻഡിങ് ചെയ്യുക. എന്താ റീബ്രാൻഡിങ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉള്ള
അതിൻ്റെ പേരിലോ സിമ്പിളിലോ ഒക്കെ മാറ്റങ്ങളൊക്കെ വരുത്തി പുതിയൊരു പ്രൊഡക്റ്റിനെ റീബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോയൽ കൺസ്യൂമേഴ്സിൻ്റെ ലോയൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും. അവിടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെ ആയിരിക്കും? അപ്പോൾ റീബ്രാൻഡിങ് ഇനീഷ്യേറ്റ് ഹൗ ടു റിയാക്ട് ദ ലോയൽ കസ്റ്റമേഴ്സ്. അപ്പോൾ ആ ലോയൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ലോയൽ കസ്റ്റമേഴ്സ് ആറ്റിറ്റ്യൂഡ്. നമ്മളൊരു സ്റ്റഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ റിലേഷൻഷിപ്പിനെ അനലൈസ് ചെയ്യാനും എന്ത് യൂസ് ചെയ്യുന്നതാണ് കോസൽ റിസർച്ചാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ കോസൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ മാർക്കറ്റ് സ്റ്റഡീസുകളിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ മാർക്കറ്റർക്ക് ഡിസിഷൻസുകളൊക്കെ എടുക്കാനായിട്ട് പുതിയതായിട്ടുള്ള സ്ട്രാറ്റജി എടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിലുള്ള സ്ട്രാറ്റജി തന്നെ റീഫോർമുലേറ്റ് ചെയ്യാൻ മാർക്കറ്റിംഗ് പോളിസി റീഡിഫൈൻ ചെയ്യാനൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് കോസൽ റിസർച്ച് method. Another point, components or contents of the causal research design. ഓരോ റിസർച്ചിനും അതിൻ്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡിലൂടെയാണ് അതിൻ്റെ ഡിസൈൻ ചെയ്യുക. അപ്പോൾ കോസൽ റിസർച്ചിൻ്റെ കമ്പോണൻസുകൾ എന്തൊക്കെയാണ്? കോസൽ റിസർച്ച് ഡിസൈൻ്റെ കമ്പോണൻസുകൾ പറയുന്നത് നമ്പർ 1 റിസർച്ച് പ്രോബ്ലം. ആദ്യമായിട്ട് എന്ത് ചെയ്യണം? റിസർച്ച് പ്രോബ്ലം എഴുതണം. ഡിഫൈനിങ് ഓഫ് ദി റിസർച്ച് പ്രോബ്ലം നമ്മൾ പഠിച്ചതാണ് അല്ലേ. പ്രോബ്ലം ഡെഫിനേഷൻ ഏതൊരു ടോപ്പിക്കിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും ഇവിടെ പ്രോബ്ലത്തിനെ ഡിഫൈൻ ചെയ്യണം എന്നുള്ളത് കോസൽ റിസർച്ചിൽ ഫസ്റ്റ് കണ്ടൻ്റായി എന്ന് മാത്രം. എല്ലാ സ്റ്റഡീസുകളിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എലമെൻ്റാണ് പ്രോബ്ലം ഡെഫിനിഷൻ. അതായത് പ്രോബ്ലം ഡെഫിനിഷനിലാണ് നമ്മൾ ആ ആൻസർ എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നത്, എന്ത് ആൻസറിലേക്ക് എത്തിക്കാനായിട്ട് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഏരിയയെ എന്ത് ചെയ്യുന്നത്? അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ പ്രോബ്ലത്തിനെ ഡിഫൈൻ ചെയ്യണം. നമ്പർ 2 റിസർച്ച് ക്വസ്റ്റ്യൻ. നമ്മൾ ക്വസ്റ്റ്യൻസുകൾ എന്ത് ചെയ്യണം? എന്തിനെക്കുറിച്ചൊക്കെയാണോ സ്റ്റഡി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ഇഫക്റ്റീവ്നെസ് ആൻഡ് സെയിൽസ് ഓർ പ്രോഫിറ്റ്. അപ്പോൾ ആ ഒരു പുതിയൊരു അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ അഡ്വർടൈസ്മെൻറ്റ് കൊണ്ട് എത്രമാത്രം ഇഫക്റ്റ് ഉണ്ട് എന്നുള്ളത് അറിയണം. അപ്പോൾ സെയിൽസിലുണ്ടാവുന്ന ചേഞ്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ റിസർച്ച് ക്വസ്റ്റ്യൻസുകൾ തയ്യാറാക്കണം. അഡ്വർടൈസ്മെൻറ്റ് കൊണ്ട് സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ? ഏത് ടൈപ്പിലുള്ള അഡ്വർടൈസ്മെൻറ്റുകളാണ് കൂടുതൽ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നത്? അഡ്വർടൈസ്മെൻറ്റ് കൊണ്ട് കൺസ്യൂമേഴ്സിന് അട്രാക്റ്റീവ് ആണോ, കൺസ്യൂമേഴ്സിനെ കുറിച്ച് അവെയർ ആണോ എന്നുള്ളത്. അപ്പം നമ്മൾ എന്തൊക്കെയാണോ ഇതിൽ ആ ടോപ്പിക്കിനെ അനലൈസ് ചെയ്യുന്നത്, ടോപ്പിക്കിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ടോപ്പിക്കിൻ്റെ നേച്ചർ എന്താണോ, ടോപ്പിക്കിൻ്റെ സ്കോപ്പ് എന്താണോ, ആ പ്രോബ്ലത്തിനനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസുകൾ ആ പ്രോബ്ലത്തിനെ അനലൈസ് ചെയ്യാവുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസുകൾ പ്രിപ്പയർ ചെയ്യണം. ദാറ്റ് ഈസ് ദ ഫോർമുലേഷൻ ഓഫ് ദി റിസർച്ച് ക്വസ്റ്റ്യൻ. തേർഡ് വൺ പറയുന്നതാണ് പ്രോഗ്രാം. ഇത് നമ്മൾ മറ്റ് 2 സ്റ്റഡി എക്സ്പ്ലോറേറ്ററി റിസർച്ചിലും പഠിച്ചിട്ടില്ല, അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിലും പഠിച്ചിട്ടില്ല. കാരണം എക്സ്പ്ലോറേറ്ററി റിസർച്ചും ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചും നമ്മുടെ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പിനെ അല്ല അനലൈസ് ചെയ്യുന്നത്. ഒരു ഫാക്റ്റിനെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുന്ന മെത്തേഡുകളാണ് എക്സ്പ്ലോറേറ്ററി ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആയി കഴിഞ്ഞാലും. പക്ഷേ കോസൽ റിസർച്ചിൽ ദിസ് റിസർച്ചർ ഈസ് ഡിസൈഡഡ് ടു എസ്റ്റാബ്ലിഷ് ദ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കോസൽ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞതാണ് എക്സ്പെരിമെൻ്റൽ മെത്തേഡുകളൊക്കെയാണ് ഏതിന് യൂസ് ചെയ്യുക? കോസൽ സ്റ്റഡിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന റിസർച്ച് മെത്തേഡുകൾ. അപ്പോൾ അതിൽ എന്താണ് കോസ് എന്ന് പറയുന്നത്? ആ കോസിനെ ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാം എന്നാണ് പറയുക. ട്രീറ്റ് ചെയ്യുന്ന എക്സ്പെരിമെൻ്റൽ പ്രോഗ്രാം അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാം എന്നുള്ളതാണ് പറയുക. മറ്റേ നമ്മൾ എന്ത് ഇഫക്റ്റാണോ ആ ഒരു കോസ് കൊണ്ടുണ്ടാവുന്നത് അതിനെ കൺട്രോൾ ഗ്രൂപ്പ് എന്നാണ് പറയുക. കൺട്രോൾ ഗ്രൂപ്പ്. അപ്പോൾ ഏതാണോ പ്രോഗ്രാം ഗ്രൂപ്പ്, എന്ത് കോസിനെയാണോ നമ്മൾ ചേഞ്ച് തന്നെയാണോ അനലൈസ് ചെയ്യുന്നത്, ആ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിൾ എന്താണെന്നുണ്ടെങ്കിൽ എന്തിനെക്കുറിച്ചാണോ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ആ ഒരു സ്റ്റഡിയിൽ വരുന്ന വേരിയബിൾസുകൾ എന്തൊക്കെയുണ്ടെന്നുണ്ടെങ്കിൽ അത് എവിടെ കാണിക്കണം? പ്രോഗ്രാം എന്നുള്ളിടത്ത് കാണിക്കണം. ഡിഫറെൻറ്റ് കോസസ് ഫോർ വേരിയിങ് ദി അതർ വേരിയബിൾ. നമ്മുടെ മറ്റ് വേരിയബിളിനെ അഫക്റ്റ് ചെയ്യുന്ന കോസുകൾ ഏതൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അതിവിടെ കാണിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിളിലേക്ക് പോകുമ്പോൾ അഡ്വർടൈസ്മെൻറ്റും ഉണ്ട്, ദെൻ സെയിൽസ് ആൻഡ് പ്രോഫിറ്റും ഉണ്ട്. അപ്പോൾ പ്രോഗ്രാം എന്നുള്ളിടത്ത് അഡ്വർടൈസ്മെൻറ്റ് ഒരു ഇൻഡിപെൻഡൻറ്റ്
വേരിയബിൾ ആണ് അല്ലേ, അതിൻ്റെ ബേസിലാണ് സെയിൽസും പ്രോഫിറ്റും എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വേരിയബിളിൽ ചേഞ്ച് ഉണ്ടാകുന്നതിൻ്റെ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വർടൈസ്മെൻ്റ് ആകുമ്പോൾ അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്ന ആ ഫാക്ടറിനെ കുറിച്ച് നമ്മൾ അതെങ്ങനെയാണ് ചേഞ്ചസുകൾ വരുത്തുക. അഡ്വർടൈസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടി വിയിൽ മാത്രം കൊടുക്കുന്ന അഡ്വർടൈസ്മെൻ്റ് ആണോ, എന്താ പറയുക ചാനൽസുകളിൽ മറ്റ് അതർ ചാനൽസുകളിൽ കൊടുക്കുന്നുണ്ടോ, പബ്ലിക്കേഷൻസുകളിലൊക്കെയാണോ കൊടുക്കുന്നത്, അതിൽ ഏതിലാണോ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്യാമ്പയിനിങ് ചെയ്യുന്നത് അതിനനുസരിച്ച് കൊണ്ട് സെയിൽസിലുണ്ടാവുന്ന ചേഞ്ചിനെ അനലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിൽ നമ്മൾ ആ ഡിഫറെൻറ്റ് കോസസുകളാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തും സ്റ്റഡി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് സാമ്പിൾസുകളൊക്കെ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിനിങ് ആയി കഴിഞ്ഞാൽ പുതിയ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അഡ്വർടൈസ്മെൻറ്റ് ആരോടെ ചോദിക്കേണ്ടത്, അത് ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണുന്ന ആളുകളോട് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന കൺസ്യൂമേഴ്സിനോടാണ് ചോദിക്കേണ്ടത്. അപ്പോൾ ഏതൊക്കെ കൺസ്യൂമേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യണം, ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് ഏത് മെത്തേഡുകളൊക്കെ യൂസ് ചെയ്യണം, അതാണ് ഇവിടെ പറയുന്ന യൂണിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഔട്ട്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫാക്ടറിൽ വേരിയബിൾ ചേഞ്ച് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി മറ്റൊരു ഫാക്ടറിന് എന്തുണ്ടാകുന്നുണ്ട്, ഇഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അഡ്വർടൈസ്മെൻറ്റ് ആക്ച്വലി ഇഫക്റ്റ് ഉണ്ടാകുന്നത് സെയിൽസ് ഡീക്ലൈൻ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടോ ആയിരിക്കും. അപ്പോൾ സെയിൽസോ പ്രോഫിറ്റോ ഏതാണോ ഔട്ട്കം ആയിട്ട് വരുന്ന വേരിയബിൾ, ആ വേരിയബിളിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, ആ ഔട്ട്കമാണ് നമ്മളെവിടെ കാണിക്കേണ്ടത്, 5th പോയിന്റിൽ കാണിക്കേണ്ടത്. ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈനാണ്. അതായത് നമ്മൾ ഈ ഇത് ചെയ്യാനായിട്ട് നമ്മൾ ഒരു റിസർച്ച് ഡിസൈൻ്റെ കമ്പോണൻ്റ് ആണ് ഈ പറയുന്ന പോയിൻ്റ് എന്നുണ്ടെങ്കിലും അതിൻ്റെ ഓൾ അറൗണ്ടായിട്ട് വരുന്ന എല്ലാ പോയിൻറ്റ്സുകളും ഇപ്പോൾ നമ്മൾ ഒരു റിസർച്ച് ഡിസൈൻ്റെ കമ്പോണൻസിൽ എന്തൊക്കെ പറഞ്ഞു, അതിൻ്റെ റിസർച്ച് മെത്തഡോളജി, ടൂൾസ് ഫോർ കളക്ഷൻ, ഡാറ്റ കളക്ഷൻ മെത്തേഡ്, സാമ്പിളിംഗ് ഡിസൈൻ, ഇതെല്ലാം ഏതിൽ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുക്കണം, ഡിസൈനിൽ കൊടുക്കണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോസൽ റിസർച്ചിൻ്റെ ഡിസൈനായി മാറി. അപ്പോൾ കോസൽ റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസാലിറ്റിയാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അത് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ചേഞ്ച് ചെയ്തുകൊണ്ട് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ എങ്ങനെ ഇഫക്റ്റ് ഉണ്ടാകും എന്ന് പറയുന്ന ആ റിലേഷൻഷിപ്പിനെ സ്റ്റഡി ചെയ്യാൻ, ആ ചേഞ്ചസിനെ മെഷർ ചെയ്യുന്ന മെത്തേഡാണ് കോസൽ റിസർച്ച് ഓർ എക്സ്പെരിമെൻ്റൽ റിസർച്ച്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഡിസൈനാണ് ഇവിടെ പറഞ്ഞത്. ഈ 2 മെത്തേഡും അതിൻ്റെ റിസർച്ച് ഡിസൈനുകളും ഇന്നത്തെ ക്ലാസ്സോടുകൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.